മാതാ അമൃതാനന്ദമയി ദേവി അനന്തപുരിയിൽ ഭക്തിനിർഭരമായ വരവേൽപ്പാണ് അമ്മയ്ക്ക് ഭക്തർ നൽകിയത്. ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും അമ്മ കൈമനം ആശ്രമത്തിൽ ഭക്തർക്ക് ദർശനം നൽകും. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, കൈമനം ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന്റെ ഭാഗമായാണ് മാതാ അമൃതാനന്ദമയി ദേവി തലസ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. നൂറുകണക്കിന് ഭക്തരാണ് അമ്മയുടെ ദർശനത്തിനായി അങ്ങോട്ടേക്ക് എത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ ശ്രീനന്ദ. വിനോദ്, മാതാ അമൃതാനന്ദമയി ദേവി ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വൻ ഭക്തജന തിരക്കാണ് ഇവിടെ അമ്മയെ ദർശിക്കാനായി ജനങ്ങൾ തിങ്ങി നിറയുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ബ്രഹ്മസ്ഥാന വാർഷികത്തിന്റെ ഭാഗമായാണ് മാതാ അമൃതാനന്ദമയി ദേവി കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരത്ത് എത്തിയത്. 5 വർഷങ്ങൾക്ക് ശേഷമാണ് മാതാ അമൃതാനന്ദമയി ദേവി ഇവിടേക്ക് എത്തുന്നത്. അമൃതാനന്ദമയിയുടെ ബ്രഹ്മസ്ഥാന സ്ഥലമായ കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിൽ ഭക്തരെ നേരിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. വൻ തിരക്കാണ് അമ്മയെ കാണാനായി. ഭക്തർ മണിക്കൂറുകളോളം ക്യൂ നിന്ന് കാണാൻ വേണ്ടിയാണ് ഭക്തർ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അമ്മ എല്ലാവർക്കും അനുഗ്രഹം നൽകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ഭക്തരാണ് അമ്മയുടെ ദർശനത്തിനായി ഇവിടെ രാവിലെ മുതൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. ഈ ഓഡിറ്റോറിയം ഭക്തനിർഭരമായ കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. രാവിലെ നടന്ന ചടങ്ങിൽ സനാതനധർമ്മത്തിന് അധിഷ്ഠിതമായി വൈരുദ്ധ്യങ്ങളെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ അമ്മ ഭക്തരോട് പറയുകയുണ്ടായി. തുടർന്ന് അമ്മയുടെ സത്സംഗവും ഭജനയും നടന്നു. ഇപ്പോൾ അമ്മ ഭക്തരെ ആലിംഗനം ചെയ്യുന്നു. അവർക്ക് അനുഗ്രഹം നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വിനോദ്, തിരുവനന്തപുരം കൈമനം ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൽ പങ്കെടുക്കാനാണ് മാതാ അമൃതാനന്ദമയി ദേവി അനന്തപുരിയിൽ എത്തിയിട്ടുള്ളത്. ഇന്നും നാളെയുമാണ് അമ്മ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. നൂറുകണക്കിന് ഭക്തരാണ് അമ്മയുടെ ദർശനത്തിനായി ഈ സമയവും ആശ്രമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനന്ദ.